ഇനി മറ്റൊരു വാർത്തയിലേക്കാണ്. കാസർഗോഡ് നിന്നുള്ള ഞെട്ടിപ്പിക്കുന്ന ഒരു വാർത്ത. അത് രണ്ട് സംഭവങ്ങളെ ബന്ധപ്പെടുത്തിയാണ്. ചന്തേരിയിൽ പനി ബാധിച്ച് ചികിത്സ തേടിയെത്തിയ 13-കാരിയെ ഡോക്ടർ കയറി പിടിച്ചതായാണ് പരാതി. ഡോക്ടർക്കെതിരെ പോക്സോ പ്രകാരം കേസെടുത്തു. ചിറ്റാരിക്കാലിൽ വയറുവേദനയെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച 17-കാരി ഗർഭിണിയാണ് എന്ന സ്ഥിരീകരിച്ച സംഭവമാണ് മറ്റൊന്ന്. ഈ സംഭവത്തിൽ സമപ്രായക്കാരനെതിരെ പോക്സോ വകുപ്പുകൾ പ്രകാരം കേസെടുത്തിട്ടുണ്ട്. അതിനോടൊപ്പം KV ബൈജു ചേരും. ബൈജു, ഈ ഇത്രയും ബോധവൽക്കരണ പ്രവർത്തനങ്ങളൊക്കെ നടന്നിട്ടും പോക്സോ കേസുകളുടെ എണ്ണം അനുദിനം വർദ്ധിക്കുന്നു എന്നത് ആളുകളെ ആശങ്കാഭരിതരാക്കുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല. ഏതായാലും രണ്ട് ഞെട്ടിക്കുന്ന വാർത്തകൾ അവിടെ നിന്ന് വന്നിരിക്കുന്നു. ഈ ചന്തേരിയിൽ പനി ബാധിച്ചാണ് 13-കാരി ചികിത്സയ്ക്കെത്തിയത്. അപ്പോൾ ഈ 13-കാരി ചികിത്സയ്ക്ക് വരുമ്പോൾ ഡോക്ടർ ഒരു ചെറിയ കുട്ടിയാണ്, ആ കുട്ടി പനി ബാധിച്ച് വന്നിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ ആരും ആ കുട്ടിയെ അനുഗമിച്ചില്ലേ? ആ കുട്ടിയെ ഡോക്ടർ ഇങ്ങനെ ഒറ്റയ്ക്ക് കാണുന്നൊരു സാഹചര്യം ഉണ്ടാവുകയോ, എങ്ങനെയാണ് അത് കയറി പിടിച്ചു എന്നൊക്കെ പറയുന്ന തരത്തിലേക്ക് ഉള്ളൊരു സാഹചര്യം ഉണ്ടായത്? മനു ഭരത്, തീർച്ചയായും പോലീസ് ഇത് സംബന്ധിച്ച അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. പക്ഷേ കുട്ടിയുടെ കുടുംബാംഗങ്ങളുടെ പരാതിയിൽ ഇപ്പോൾ കേസെടുത്തിരിക്കുന്നു. അത് പോക്സോ വകുപ്പ് പ്രകാരമാണ് കേസെടുത്തിരിക്കുന്നത്. നമ്മൾ ഈ ചന്തേര പോലീസുമായി ബന്ധപ്പെട്ടിരുന്നു. അദ്ദേഹം വ്യക്തമാക്കുന്നത് ഈ പനി ബാധിച്ച് ഈ സ്വകാര്യ ക്ലിനിക്കിലെത്തിയ ഈ കുട്ടിയെ, അതായത് 13 വയസ്സുകാരിയെ ഇത്തരത്തിൽ ഡോക്ടർ CKP കുഞ്ഞബ്ദുള്ള എന്നാണ് ഇദ്ദേഹത്തിന്റെ പേര്. ഇദ്ദേഹം വർഷങ്ങളായി ഈ മേഖലകളിൽ ഈ ഡോക്ടർ സേവനം അനുഷ്ഠിക്കുന്ന ആളാണ്. നേരത്തെ സർക്കാർ ജോലിയിലായിരുന്നു, ഇപ്പോൾ റിട്ടയർഡായി സ്വന്തമായി ക്ലിനിക്ക് നടത്തുന്ന ആളാണ്. ഈ ക്ലിനിക്കിൽ പനി ബാധിച്ച് എത്തിയ ഈ 13 വയസ്സുകാരിയെ പരിശോധനയുടെ പേരിൽ ഇത്തരത്തിൽ പീഡിപ്പിച്ചു എന്നാണ് ഈ പരാതി. അത് പരാതി നൽകിയിരിക്കുന്നത് ഇവരുടെ കുടുംബാംഗങ്ങൾ തന്നെയാണ്. അതുകൊണ്ട് തന്നെ പോലീസിന് ഈ വിഷയത്തിൽ കേസെടുക്കേണ്ട സാഹചര്യമുണ്ട്. പക്ഷേ ഇത് സംബന്ധിച്ച് കൂടുതൽ അന്വേഷണം നടത്തേണ്ടതുണ്ട് എന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. പോലീസിന് ഈ കേസിൽ എന്തെങ്കിലും സംശയമുണ്ടോ ബൈജു? ഈ പെൺകുട്ടിയെ ആക്രമിച്ചു അല്ലെങ്കിൽ പീഡിപ്പിച്ചു അല്ലെങ്കിൽ അതിന് ശ്രമിച്ചു എന്നൊക്കെ പറയുമ്പോൾ, കയറി പിടിക്കാൻ ശ്രമിച്ചു എന്നൊക്കെ പറയുമ്പോൾ അതിൽ പെട്ടെന്ന് കേസെടുക്കാത്ത പോലീസിന് അതിൽ എന്തെങ്കിലും തരത്തിലുള്ള സംശയങ്ങളുണ്ടോ? തീർച്ചയായും അത്തരത്തിലാണ് പോലീസ് സൂചന നൽകുന്നത്. ഈ കേസിൽ ഒരു സംശയമുണ്ടെന്ന് പോലീസ് എന്തായാലും പറയുന്നുണ്ട്. പക്ഷെ അതേസമയം തന്നെ പോക്സോ വകുപ്പ് പ്രകാരം ഒരു കേസ് വന്നാൽ അത് രജിസ്റ്റർ ചെയ്യേണ്ട ഉത്തരവാദിത്വം പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. അതുകൊണ്ട് തന്നെ ഈ സംഭവത്തിൽ കേസ് എടുത്തിട്ടുണ്ട്. ഈ ഡോക്ടർ ഇപ്പോൾ ഒളിവിലാണ്. എന്തായാലും ഡോക്ടറെ ഇത്തരത്തിൽ കസ്റ്റഡിയിലെടുത്താൽ മാത്രമേ കൂടുതൽ ചോദ്യം ചെയ്ത് ഈ സംഭവത്തിന് മറ്റു കാര്യങ്ങളെ കുറിച്ച് പോലീസിന് വ്യക്തമാകൂ. അതിനിടയിൽ തന്നെ ഈ പരാതി നൽകിയവരെയും വിശദമായി പോലീസ് ഇത്തരത്തിൽ മൊഴിയെടുക്കുന്നുണ്ട്. എന്തായാലും ഈ സംഭവത്തിൽ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിനിടയിലാണ് ചിറ്റാരിക്കാൽ മറ്റൊരു സംഭവം മനു ഭരത് സൂചിപ്പിച്ചതുപോലെ തന്നെ 17 വയസ്സുകാരി ഗർഭിണിയായ ഒരു സംഭവം കൂടി പുറത്തു വരുന്നത്. ഈ സംഭവത്തിൽ പരിയാരം മെഡിക്കൽ കോളേജിൽ കടുത്ത വയറുവേദനയെ തുടർന്ന് പരിശോധനയ്ക്ക് എത്തിയപ്പോഴാണ് ഡോക്ടർ ഈ കാര്യം സ്ഥിരീകരിക്കുന്നത്. പിന്നീട് ഇത്തരത്തിൽ ചിറ്റാരിക്കാൽ പോലീസിനെ വിവരമറിയിക്കുകയും തുടർന്ന് ഈ പെൺകുട്ടിയുടെ വിശദമായ മൊഴി രേഖപ്പെടുത്തിയപ്പോഴാണ് 17 വയസ്സുകാരനായ ഈ കുട്ടിയുടെ അതേ നാട്ടുകാരനായ ഒരാളാണ് ഇത്തരത്തിൽ പീഡിപ്പിച്ചെന്ന ഒരു വിവരം പുറത്തറിയുന്നതും. എന്തായാലും ഈ പ്രതിയെ ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ആ സംഭവത്തിലും കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. എന്തായാലും ഈ പോക്സോ കേസുകൾ കഴിഞ്ഞ കുറെ നാളുകളായി കാസർഗോഡ് ജില്ലയിൽ കൂടുതൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇത് സംബന്ധിച്ച് പോലീസും പറയുന്നത് ഏതെങ്കിലും തരത്തിലുള്ള ദുരുപയോഗം ഈ പോക്സോ കേസുകളിൽ ഉണ്ടോ എന്ന കാര്യത്തിൽ പോലീസ് സംശയം പ്രകടിക്കുന്നുണ്ട്. ഏതായാലും വലിയ അന്വേഷണം, കൃത്യമായ അന്വേഷണം ഇതിൽ നടത്തേണ്ടതുണ്ട്. നേരത്തെ റിപ്പോർട്ട് ചെയ്ത ചന്തേര കേസിലും സമാനമായ സാഹചര്യമാണ്. ഈ ഡോക്ടറെ കുറിച്ച് ഏതെങ്കിലും നേരത്തെ ഇത്തരത്തിൽ മോശമായി പെരുമാറിയെന്നോ എത്ര തരത്തിലുള്ള പരാതികളോ എന്നും ആർക്കുമില്ല, ആ നാട്ടിൽ തന്നെ ആർക്കുമില്ല. അതുകൊണ്ട് തന്നെ ഈ കേസിൽ എന്താണ് സംഭവിച്ചതെന്ന സംബന്ധിച്ച് പരിചയക്കാരായിരുന്നോ ബൈജു ഈ ഡോക്ടറും ഈ കുട്ടിയുടെ കുടുംബാംഗങ്ങളോ തമ്മിൽ നേരത്തെ അറിയുന്നവരോ അങ്ങനെ എന്തെങ്കിലും തരത്തിൽ പരിചയമുള്ളവരോ മറ്റോ ആയിരുന്നോ എന്ന എന്തെങ്കിലും സൂചന പോലീസ് പറയുന്നുണ്ടോ? അക്കാര്യത്തിൽ പോലീസിന്റെ ഭാഗത്തുനിന്നും കൃത്യമായ സൂചനകളൊന്നും നമുക്ക് ലഭിക്കുന്നില്ല. പോലീസ് വ്യക്തമാക്കുന്നത് ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ആ അന്വേഷണം പൂർത്തിയായാൽ മാത്രമേ ഇത് സംബന്ധിച്ച് കൂടുതൽ കാര്യങ്ങൾ വ്യക്തമാക്കാൻ പറ്റൂ എന്നാണ് പോലീസ് പറയുന്നത്. പ്രധാനമായും പോക്സോ കേസുകളിൽ വളരെ കൃത്യതയോടുകൂടിയുള്ള അന്വേഷണം ഉണ്ടാകണം, അല്ലെങ്കിൽ ഒരു നിരപരാധി ശിക്ഷിക്കപ്പെടുന്ന സാഹചര്യം വരെ ഉണ്ടായേക്കാം. എന്തായാലും ഇത്തരത്തിൽ കുട്ടികൾക്ക് നേരെയുള്ള അതിക്രമം എന്തായാലും
ഏതെങ്കിലും തരത്തിൽ വെച്ചുറപ്പിക്കാൻ കഴിയുന്നതല്ല. കൃത്യമായ നടപടി അത്തരം കേസുകൾക്കുണ്ടാവണം. നിരവധി സംഭവങ്ങൾ ഇത്തരത്തിൽ ഉണ്ടാകുമ്പോഴും പക്ഷേ ദുരുപയോഗം ചെയ്യുന്ന കേസുകളും വർദ്ധിക്കുന്നത് പോലീസിനെ സംബന്ധിച്ചിടത്തോളം വലിയ ആശയക്കുഴപ്പമാണ് ഉണ്ടാക്കുന്നത്. അവരെ സംബന്ധിച്ചിടത്തോളം വലിയ തലവേദനയാണ് ഉണ്ടാക്കുന്നത്. ഈ കേസിൽ കൃത്യമായ ഇത് അന്വേഷണം നടത്തി ഇതിന്റെ പ്രതിയെ അറസ്റ്റ് ചെയ്യുന്നത് വരെയുള്ള കാര്യങ്ങൾ പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഏതായാലും വലിയ ബുദ്ധിമുട്ട് തന്നെയാണ്. ഈ കേസിലും എന്തായാലും പോലീസ് വ്യക്തമാക്കുന്നതും ആ തരത്തിലാണ്. എന്തായാലും ഇതിൽ കേസ് ഒരു കേസിൽ വളരെ പ്രായം ചെന്ന് റിട്ടയർ ചെയ്ത ഒരു ഡോക്ടർ, മറ്റൊരു കേസിൽ പ്രായപൂർത്തിയാകാത്ത യുവാവ്, രണ്ടും ഒരുപോലെ രണ്ടുപേരും ഈ കേസിൽ കുറ്റ സ്ഥാനത്ത് വരികയാണ്. ഇതിൽ ഡോക്ടറുടെ കാര്യം അവിടെ സ്വാഭാവികമായി നടപടിക്രമങ്ങളിലേക്ക് പോകും എന്ന് നമുക്ക് വ്യക്തമാണ്. പക്ഷേ ഈ 17-കാരൻ, അതും പ്രായപൂർത്തിയാകാത്ത ഒരു കുട്ടിയാണല്ലോ. നമ്മൾ അവരെ പ്രതികളെന്നോ കുറ്റവാളികളെന്നോ ഒന്നും പറയാറില്ല. ചിൽഡ്രൻ ഇൻ കോൺഫ്ലിക്റ്റ് വിത്ത് ലോ എന്ന അടിസ്ഥാനത്തിൽ നിയമവുമായി പൊരുത്തപ്പെടാൻ കഴിയാത്ത കുട്ടികൾ എന്ന തരത്തിലൊക്കെയാണല്ലോ ഈ പ്രായപൂർത്തിയാകാത്ത കുട്ടികളെ പ്രതികളായി വരുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന വാക്ക്. അപ്പോൾ സ്വാഭാവികമായും ഈ 17-കാരനെതിരെ ഉള്ള നടപടി എന്താകും എന്നതിനെ സംബന്ധിച്ച് എന്താണ് പോലീസ് പറയുന്നത്? തീർച്ചയായും മനു, ഇത്തരം കേസുകൾ ഇത് ചിറ്റാരിക്കാൽ എന്ന് പറയുന്നത് ഒരു മലയോര പ്രദേശമാണ്. കാസർഗോഡ് ജില്ലയുടെ മലയോര പ്രദേശങ്ങളാണ്. ഈ പ്രദേശങ്ങളിൽ നേരത്തെയും സമാനമായ രീതിയിലുള്ള നിരവധി കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്നതാണ് ഏറ്റവും ആശങ്കയുയർത്തുന്നത്. ഈ പ്രദേശങ്ങളിൽ നിരവധി ബോധവൽക്കരണ പരിപാടികൾ നടത്തിയിട്ടുണ്ടെങ്കിലും ഇത്തരം കേസുകൾ വർദ്ധിക്കുന്നു എന്നതാണ് ഏറ്റവും ആശങ്കയുണ്ടാക്കുന്ന കാര്യം. ഇതിൽ 17 വയസ്സുകാരൻ ഇതേ നാട്ടുകാരനാണ്. ഈ കുട്ടിയുടെ പെൺകുട്ടിയുടെ അതേ നാട്ടുകാരനാണ്. ഈ 17 വയസ്സുകാരൻ തന്നെയാണ് ഇത്തരത്തിൽ പെൺകുട്ടിയെ പീഡിപ്പിച്ച് ഗർഭിണിയാക്കിയ എന്ന കാര്യത്തിൽ പോലീസിന് വ്യക്തത ലഭിച്ചിട്ടുണ്ട്. കാരണം ഈ പെൺകുട്ടിയുടെ വിശദമായ മൊഴി, പരിയാരത്ത് മെഡിക്കൽ കോളേജിലുള്ള പെൺകുട്ടിയുടെ വിശദമായ മൊഴി ചിറ്റാരിക്കാൽ പോലീസ് രേഖപ്പെടുത്തിയിരുന്നു. അതുകൊണ്ട് തന്നെ ഈ 17 വയസ്സുകാരനെതിരെയുള്ള നടപടി പോലീസ് കർശനമാക്കി കേസെടുക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ് ഉണ്ടായത്. എന്തായാലും ഇന്ന് അല്പസമയത്തിനകം തന്നെ വൈകിട്ടോടുകൂടി കോടതിയിൽ ഹാജരാക്കും എന്നാണ് അറിയുന്നത്. ഏതായാലും ഈ കാര്യത്തിൽ പോലീസിന് ഒരു വ്യക്തത കൃത്യമായി വന്നിട്ടുണ്ട്. എന്തായാലും ഇത്തരം സംഭവങ്ങൾ, അതായത് കുട്ടികൾക്ക് നേരെയുള്ള അതിക്രമം വർദ്ധിക്കുന്നു എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അതേസമയം തന്നെ കുട്ടികളെ ഉപയോഗിച്ച് ഇത്തരത്തിലുള്ള കേസുകൾ കൊടുക്കുന്നതും ഒരു പ്രവണതയും വർദ്ധിക്കുന്നതായും പോലീസ് തന്നെ നമുക്ക് സൂചന നൽകുന്നുണ്ട്. എന്തായാലും ഇതിൽ കൃത്യമായ ഒരു അന്വേഷണം പോലീസിന്റെ ഭാഗത്തുനിന്ന് വരേണ്ടതുണ്ട്. പെട്ടെന്ന് ഒരു നടപടി പോലീസ് എടുക്കുന്ന സാഹചര്യത്തിലാണ് ചിലപ്പോൾ നിരപരാധികൾ പോലും ഇത്തരത്തിൽ കൊടുക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നത്. പിന്നീട് കോടതിയിൽ എത്തിയപ്പോഴായിരിക്കും ഇത്തരത്തിൽ ഇവരെ വെറുതെ വിടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. എന്തായാലും ഈ കാര്യത്തിൽ കൃത്യമായ അന്വേഷണം നടത്തിയാണ് പോലീസ് ഓരോ കാര്യങ്ങളും മുന്നോട്ട് നീക്കുന്നത്. മനു, ഏതായാലും വ്യക്തമാണ്, 2 തരത്തിലുള്ള കേസുകളാണ് വന്നിരിക്കുന്നത്. ഒന്ന് റിട്ടയർമെൻ്റ് ഒക്കെ കഴിഞ്ഞ് ചികിത്സ നടത്തുന്ന ഒരു ഡോക്ടർ, മറ്റൊന്ന് ഒരു 17-കാരൻ. അപ്പോൾ സ്വാഭാവികമായും 2 അറ്റത്തു നിന്നുള്ള വയസ്സുള്ള പ്രതികൾ കേസിൽ വരുന്നു എന്നതാണ് ഒരു സുപ്രധാന കാര്യം. മറ്റൊന്ന്, ഈ പോക്സോ കേസുകളുടെ എണ്ണം ഇങ്ങനെ വർദ്ധിക്കുന്നു എന്നത് വളരെ ഗൗരവത്തോടുകൂടി സമൂഹം കാണുകയും അതിനുവേണ്ട ഒരു ബോധവൽക്കരണമോ അല്ലെങ്കിൽ അത് തടയാൻ എന്തൊക്കെ നടപടികൾ ചെയ്യാൻ കഴിയുമോ അതിൻ്റെ ആവശ്യകത വർദ്ധിക്കുന്നു എന്ന വിഷയത്തിലേക്കാണ് ഇതെല്ലാം വിരൽ ചൂണ്ടുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല.